മാം, നമ്മളിപ്പോൾ പറഞ്ഞു ഡിഫറെന്റ് ഫാമിലികൾ ഒരുമിച്ച് വരുന്നതാണ് ശരിക്കും ഒരു മാരേജ് എന്നുള്ള കാര്യം മാം പറഞ്ഞു. തലമുറയായിട്ട് നമുക്ക് കൈമാറി കിട്ടിയേക്കുന്ന ഒരു കാര്യമുണ്ട്. പെൺകുട്ടികളോട് പറയും, നീ എന്തൊരു കാര്യം കാണിച്ചാലും നീ വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണ്, ഇനി അങ്ങനെ പോയാൽ പറ്റൂല. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് പറയാൻ തുടങ്ങും. തലമുറയായിട്ടാണ് അത് മാറി മാറി വരുന്നത്. അതായത് എൻ്റെ മദർ പറയുന്നത് ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞത് എൻ്റെ കുട്ടി പറയുന്നു. അതിൻ്റെ ചില സാധനങ്ങൾ, വാക്കുകൾ ആ ജനറേഷൻ അനുസരിച്ച് മാറ്റുണ്ടാവുമെന്ന് മാത്രം. പുരുഷന്മാരിൽ ആൺകുട്ടികളിൽ അത് ഓൾമോസ്റ്റ് ഇപ്പോഴും ശരി തന്നെയാണ്. ഇപ്പോൾ പെൺകുട്ടികളും കുറച്ച് കുട്ടികളുണ്ട് അത് ഫേസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻറ്റ് ഫാമിലി, ഇൻഡിപെൻഡൻറ്റ് അങ്ങനെ കാണുന്ന കൺസെപ്റ്റ് ഉള്ളവരിലും ആ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ കൂടുതലും ആൺകുട്ടികളിൽ തന്നെയാണ്. ആ ഒരു പ്രഷർ ഭയങ്കര പ്രഷറാണ്. മാം, നമ്മളിപ്പോൾ പറഞ്ഞു ഡിഫറെന്റ് ഫാമിലികൾ ഒരുമിച്ച് വരുന്നതാണ് ശരിക്കും ഒരു മാരേജ് എന്നുള്ള കാര്യം മാം പറഞ്ഞു. അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കൊരു മറ്റൊരു ഡൗട്ട്, അവിടെ മാം പറഞ്ഞ കാര്യത്തിൽ വേറൊരു ഡൗട്ട് വന്നതാണ്. നമ്മൾ തലമുറയായിട്ട് നമുക്ക് കൈമാറി കിട്ടിയേക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പെൺകുട്ടികളുടെ അടുത്താണ് പറയുന്നതെങ്കിൽ പെൺകുട്ടികളോട് പറയും, നീ എന്തൊരു കാര്യം കാണിച്ചാലും നീ വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണ്, ഇനി അങ്ങനെ പോയാൽ പറ്റൂല. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് പറയാൻ തുടങ്ങും. അതുപോലെ തന്നെ ആൺകുട്ടികളോടാണെങ്കിലും ഒരു കാര്യം ഇതാണ്, നീ ഇനി പ്രായപൂർത്തിയായി, ഇനി കെട്ടാനുള്ളതാണ്. ഈ ഒരു സ്ട്രഗിൾ 18-20 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളുടെയും ഉള്ളിലുണ്ടാവും. സോ എങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു സൈക്കോളജി ലെവൽ എന്താണ് അതിനകത്ത് ശരിക്കും വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ? അത് ക്രിസ്റ്റ്യൻ നേരത്തെ തന്നെ മെൻഷൻ ചെയ്ത പോലെ തലമുറയായിട്ടാണ് അത് മാറി മാറി വരുന്നത്. അതായത് എൻ്റെ മദർ പറയുന്നത് ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞത് എൻ്റെ കുട്ടി പറയുന്നു. അതിൻ്റെ ചില സാധനങ്ങൾ, വാക്കുകൾ ആ ജനറേഷൻ അനുസരിച്ച് മാറ്റുണ്ടാവുമെന്ന് മാത്രം. പിന്നെ പുരുഷന്മാരിൽ ആൺകുട്ടികളിൽ അത് ഓൾമോസ്റ്റ് ഇപ്പോഴും ശരി തന്നെയാണ്. ആ ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഏജ് ഭയങ്കര പ്രശ്നമാണ്. അതുവരെ ഫാമിലി പാമ്പർ ചെയ്ത് ആ ഒരു ഡിഗ്രി ആവുമ്പോഴാണ് നിങ്ങൾ കാര്യങ്ങൾ നോക്കി തുടങ്ങിക്കോളൂ കേട്ടോ, ജോബിൻ്റെയും പ്രഷറൊക്കെ വരുന്നത്. ഇപ്പോൾ പെൺകുട്ടികളും കുറച്ച് കുട്ടികളുണ്ട് അത് ഫേസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻറ്റ് ഫാമിലി, ഇൻഡിപെൻഡൻറ്റ് അങ്ങനെ കാണുന്ന കൺസെപ്റ്റ് ഉള്ളവരിലും ആ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ കൂടുതലും ആൺകുട്ടികളിൽ തന്നെയാണ്. ആ ഒരു പ്രഷർ ഭയങ്കര പ്രഷറാണ്. അതുവരെ പാറ്റ് ചെയ്ത് അതുവരെ പോകുന്ന കുട്ടികളോടാണ് ഒറ്റയ്ക്ക് പോയി ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പാരൻസിന് പല ടാക്ടിക്സ് ഉണ്ടാവും. അവർ പോലും അറിയാതെ സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞ സാധനങ്ങളാണത്. ചിലർ ഭയങ്കര റൂഡായിരിക്കും, അവരുടെ പാരന്റ് അതുപോലെ ആയിരിക്കും കാണിച്ചേക്കുന്നത്. ചിലർ ഇമോഷണലി സംഭവങ്ങളായിരിക്കും. എന്തിനായിക്കഴിഞ്ഞാലും അവർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഉള്ളിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞങ്ങളില്ലെങ്കിലും ഞങ്ങളുടെ മക്കൾ ജീവിക്കണമല്ലോ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു നിഗൂഢത എന്ന് വെച്ചാൽ നമ്മൾ പറയും, നമുക്ക് ഒന്നും വേണ്ട, എൻ്റെ മോളെ എൻ്റെ മക്കളെ നമ്മൾ നന്നായി നോക്കുന്നത് അവർ നന്നായി ജീവിച്ചാൽ മതി. പക്ഷേ സബ് കോൺഷ്യസ്ലി വാട്ട് വി ആർ ക്രേവിങ് ഫോർ ഹ്യൂമൻ ബീയിങ്സിന്, ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വി ആർ പുട്ടിങ് എഫോർട്ട് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഞാനൊരു വയസ്സായ സ്ത്രീക്കായിരിക്കും, മേ ബി ഷീ ലുക്സ് ലൈക്ക് മൈ ഗ്രാൻഡ് മദർ, അവർ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എല്ലായിടത്തും ചിലർ പൈസ ആയിരിക്കാം, ചിലപ്പോൾ ലവ് ആയിരിക്കാം, ചിലപ്പോൾ ഇമോഷണൽ കണക്ഷൻ ആയിരിക്കാം. ഞാൻ ഇവർക്ക് അടുപ്പിച്ച് ഈ വെള്ളം കൊടുക്കുമ്പോൾ 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, ഈ അമ്മ എന്നെ നോക്കുന്നില്ല. എനിക്ക് അപ്പത്തിനും വിഷമം വന്നു തുടങ്ങും. വിഷമം എവിടുന്നാണ് വരുന്നത്? ഫ്രസ്ട്രേഷൻ വന്നു തുടങ്ങും, കാര്യങ്ങളാക്കും. അതുപോലെ തന്നെയാണ് പാരൻസിൻ്റെ കാര്യം. ഉള്ളിൽ അവർക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത്, എനിക്കൊന്ന് വയ്യാണ്ടാവുമ്പോൾ എൻ്റെ മോള് നോക്കും. ബട്ട് അത് അവർ കൊടുത്തത് തിരിച്ചു കിട്ടാണ്ടാവുമ്പോഴുണ്ടല്ലോ ഇങ്ങനത്തെ പ്രഷേഴ്സ് വരും. പോയി ജോബ് ചെയ്യും, എന്തിനു കൊള്ളാം, ഇങ്ങനത്തെ അവർക്ക് കിട്ടിയത് തന്നെയാണ് അവർ ചോദിക്കുന്നത്. തലമുറകളായിട്ട് അങ്ങനെ വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ എക്സ്പെക്റ്റിംഗ്. ഓക്കെ, അപ്പോൾ കം ടു ദ പോയിന്റ്, ഇത് നമ്മുടെ ബാക്കിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഒരു 22 വയസ്സുള്ള കുട്ടി, 25 വയസ്സുള്ള ഒരു പയ്യൻ ഇത്രയും ബാക്കിലേക്ക് അവയർനെസ് കിട്ടുമ്പോൾ ചിന്തിക്കുക അവർക്ക്. പക്ഷെ പ്രസൻ്റ്ലി അവർ നോക്കുമ്പോൾ അവരുടെ ആകെയുള്ള പാരൻസോ ആകെയുള്ള റിലേറ്റീവ്സോ റൂഡായിട്ട് പെരുമാറുന്നത്. ആ പ്രഷർ കംപ്ലീറ്റ്ലി കിട്ടും അവർക്ക്. ഓക്കെ, പിന്നെ പെൺകുട്ടികളുടെ ബ്രിസ്റ്റോ ചോദിച്ചത്,
അത് എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ അവിടെ പോയി ജീവിക്കേണ്ടവളാണ്, ഇറ്റ്സ് ദയർ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോഴായാലും ഫാമിലീസ് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. മക്കളെ മാക്സിമം പഠിപ്പിക്കുക. ബട്ട് ഇൻഡയറക്ട്ലി ഒരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ സബ്കോൺഷ്യസ്ലി എക്സാക്ട്ലി യു സെഡ് ദിസ് ഈസ് നോട്ട് യുവർ ഹൗസ്. പക്ഷെ പണ്ടെന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് യുവർ ഹൗസ്. ആക്ച്വലി അങ്ങനെ ഒരു തോട്ട് ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമല്ലോ. പക്ഷെ ഇപ്പോഴും പണ്ടത്തത് അവര് അങ്ങനെ വിചാരിക്കുമ്പോൾ they don't have another option. ഹസ്ബൻഡിന്റെ വീട്ടിലാവും, കൂട്ടുകുടുംബത്തിലായിരിക്കാം അവർ പോണത്. അപ്പോൾ അവര് സ്റ്റക്ക് ആവാണ് ആ വുമൺ. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടു മീ എന്നറിയാം. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് എവിടേക്കെങ്കിലൊക്കെ ഷിഫ്റ്റ് ചെയ്യാം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാം. അങ്ങനെ ഒരു വലിയൊരു സമാധാനം കുട്ടികൾക്കുണ്ട്. മറ്റൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ്, പെൺകുട്ടികൾ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും കേരളത്തിൽ വളരെ റീസെൻ്റ് ആയിട്ട് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ടുള്ള കുട്ടികളായിക്കോട്ടെ, കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളായിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരായിക്കോട്ടെ, ഒരുപാട് കുട്ടികൾ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ പോലും ഇൻസെക്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ട്. അത് പിന്നെ പല ഇൻസെക്യൂർഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏത് ടൈപ്പിലുള്ള ഇൻസെക്യൂർഡ് ആണ് മാം? അതായത് ഇപ്പം റിലേഷൻഷിപ്പിലാവുക, എന്നാൽ ചതിക്കപ്പെടുക, ചീറ്റ് ചെയ്യപ്പെടുക, അത് ശരിക്കും ഒരു ഇൻസെക്യൂരിറ്റി ഇല്ലാത്ത, സെക്യൂരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആണല്ലോ. അവര് ആ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക. സോ അതിന്റെ റീസൺ ഈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കില്ലേ, കൈൻഡ് ഓഫ് റിജക്ഷൻ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ റിജക്ഷൻ എങ്ങനെയാണ് ഈ കുട്ടികളിൽ നെഗറ്റീവായിട്ട് ബാധിക്കുക? അത് ഭയങ്കര ഡെപ്തിലുള്ള പെയിനാണ്. അത് പാരൻസോ അല്ലെങ്കിൽ ആരാണ് അവിടുത്തെ ഫാമിലിയിലത്തെ മെയിനായിട്ടുള്ള വ്യക്തികൾ, ഓക്കെ, അവരിൽ നിന്ന് കണ്ടിന്യൂസ് റിജക്ഷൻ കിട്ടുക. അതല്ല എങ്കിൽ ഫിസിക്കൽ അബ്യൂസ് കിട്ടുക, അതല്ലെങ്കിൽ സെക്ഷലി മിസ്യൂസ് ചെയ്യുക കുട്ടികളെ, വെദർ ഇറ്റ് ഈസ് ഫീമെയിൽ ഓർ മെയിൽ. ഇങ്ങനെയുള്ള കുട്ടികളിൽ സാധാരണ നമ്മൾ അനുഭവിച്ചത് കുട്ടികളിലേക്ക് നമ്മൾ അതുപോലെ പോവില്ല എന്നല്ലേ പറയുക. ബട്ട് അൺകോൺഷ്യസ്ലി ദേ വിൽ കണ്ടിന്യൂ ദാറ്റ് പാറ്റേൺ. അതും നമ്മൾ ചിന്തിച്ചു പോവും. സെഷൻസിന് വരുമ്പോഴും 2, 3, 4 റിലേഷൻഷിപ്പ് സെയിം പാറ്റേൺ, ഇൻഡിവിജ്വൽസ് ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തികളോ അല്ലെങ്കിൽ അങ്ങനെ രോഗങ്ങളായിട്ടോ എന്തെങ്കിലും? രോഗങ്ങളെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ട്രസ്റ്റ് ഇഷ്യൂ ഫോം ആവുമല്ലോ. അവരുടെ ലോകത്തിലെ ആദ്യത്തെ ടീച്ചർ അല്ലെങ്കിൽ ആദ്യത്തെ ലോകത്ത് കാണുന്ന സ്ഥലമാണ് ടീച്ചറോ അമ്മയോ അങ്ങനെ പല ക്യാരക്ടറും അവർ സമൂഹം കാണുന്നതിനേക്കാൾ മുമ്പ് നമ്മളെ വീട്ടിലുള്ളവരെ കാണുന്നത്. ഓക്കെ, അവിടെ നിന്ന് എന്ത് കിട്ടി, അത് കഴിഞ്ഞ് എപ്പോൾ അവർ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പുറത്തു പോയി പഠിക്കാൻ ആരംഭിക്കുന്നു, അവിടെ ഉള്ളത് സെക്കൻഡ് ഇൻറ്റൻസിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ബാധിക്കും. അത് ബാധിക്കുന്നത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഒരു ചിലപ്പോൾ ഒരു ടോക്സിസിറ്റി, ഈ സെയിം പാറ്റേൺ ടോക്സിസിറ്റിയിലായിരിക്കും ആ കുട്ടി അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫാദർ നന്നായി ഉപദ്രവിക്കുന്ന ഈ പെൺകുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ഈ കുട്ടി പുറമെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പയ്യൻ പറയും, എൻ്റെ മദറിനൊക്കെ ഞാൻ അടിക്കുന്നത് നല്ലതാണ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഐ വോണ്ട് ഹേർട്ട് യു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് സെഷനിൽ വരുമ്പോൾ കാണാൻ പറ്റും, എല്ലാവരും അങ്ങനെയല്ല, സം ഓഫ് ദം നമുക്ക് കാണാൻ പറ്റും സെയിം എന്തൊക്കെയോ പറഞ്ഞ് ഫൈനലി he will do the same thing what her father did. ഇതൊക്കെ എപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇതിങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ? ഒരിക്കലും മനസ്സിലാവില്ല. അതാണ് ഏറ്റവും വലിയ വേദനയുള്ള പാട്ടെന്ന് പറഞ്ഞാൽ 5, 8, 15 വർഷമൊക്കെ സെയിം പാറ്റേണിൽ മേ ബി ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ ആങ്സൈറ്റിയോ ഡിപ്രഷനിലോ ഇതൊക്കെ ഫസ്റ്റ് വർക്ക് ചെയ്ത് പിന്നെ റെഡി ആക്കിയാണ് ഡീപ്പ് റൂട്ടിലേക്ക് പോകാനായിട്ട്. വാട്ട് ഈസ് ദ കോർ, ഹൂ യു ആർ, ദ പാറ്റേൺ. ആ സമയത്ത് മാത്രമാണ് they will get the realization. അപ്പോൾ എത്ര നാളെടുക്കും ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഈ പറയുന്ന കൗൺസിലിങ്ങിലൂടെയും സൈക്കോ തെറാപ്പികൾ വഴിയായിട്ടൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ? ഏകദേശം അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.